ഇന്ന് റിലീസായ സിനിമകളിൽ ആദ്യം കണ്ടത് ബ്രൊമാൻസ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇന്ന് റിലീസായ 3 സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നതും ബ്രൊമാൻസിൽ തന്നെയാണ്. അരുൺ ഡി ജോസ് ADJ, അദ്ദേഹം ജോൻ ജോയ്ക്ക് 18+ന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഒരു വലിയ കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, കലാഭവൻ ഷാജോൺ, ബിനു പപ്പു തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. കോമഡി ജോണർ തന്നെയാണ്. അതിൽ സബ് ജോണേഴ്സായിട്ട് റൊമാൻസ് ഉണ്ട്, പിന്നെ ഒരു ഡ്രാമ ഏരിയ വരുന്നുണ്ട്, ബ്രദേഴ്സ് ബോണ്ട്, പിന്നെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ബേസിക്കലി കോമഡി തന്നെയാണ്. നോൺ ഫിസിക്കൽ കോമഡി ജോണറിൽ വരുന്ന സിനിമയാണ്. 2 മണിക്കൂർ 20 മിനിറ്റിന് അടുത്താണ് ഡ്യൂറേഷൻ. സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് തീർന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഒരു ജസ്റ്റ് ഒരു ഓക്കെ ഫീലായിരുന്നു. അതായത് ഒരു 80% ഹ്യൂമേഴ്സും പാളിപ്പോയി ഫസ്റ്റ് ഹാഫിലെ. ഇവിടെ ആയിട്ട് കുറച്ച് കോമഡികൾ മാത്രമാണ്. മാത്യുവിൻ്റെ 1-2 ഐറ്റവും, അതായത് ഇവരൊരു 100 എണ്ണം ചെയ്യുന്നതിലായിരിക്കും 2 എണ്ണം 3 എണ്ണം ക്ലിക്കാവുന്നത്. പിന്നെ സംഗീത് പ്രതാപ്, അമൽ ഡേവിസ്, പുള്ളിയുടെ കോമഡിയാണ്. പുള്ളി കുറച്ച് പോർഷനിലാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. പുള്ളി വരുമ്പോൾ തൊട്ടാണ് പടം ഒന്ന് അപ്പാവുന്നത്. പുള്ളിയുടെ വൺ ലൈനേഴ്സും കൗണ്ടറുകളും, പിന്നെ മഹിമയുടെ ലാംഗ്വേജ് ഇതിൽ കാസർഗോഡ് സ്ലാങ്ങിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര വശമുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതും വർക്കായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ വരുന്ന വൻ നിരാശയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പടം അവർ പിടിച്ചിട്ടുണ്ട്. മാക്സിമം ആൾക്കാർക്ക് വർക്കാകാൻ തരത്തിലുള്ള കോമഡികളൊക്കെ സെക്കൻഡ് ഹാഫിലാണുള്ളത്. അവിടെയും സംഗീത് പ്രതാപ് തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു 1 മാൻ ഷോ എന്നൊക്കെ വേണം പറയാം ഒരു പരിധി വരെ. കാരണം ഈ ഫസ്റ്റ് ഹാഫിൽ മാത്യു ആണ് ലീഡായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ക്യാരക്ടർ പരിപാടിയാണ്, ഹീറോ പോലെ നിൽക്കുന്ന മാത്യു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ സംഗീത് പ്രതാപിൻ്റെ ഒരു 1 മാൻ ഷോ ആണ് കാണാൻ പറ്റിയത്. പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ എടുക്കുമ്പോൾ അർജുൻ അശോകൻ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിരുന്നു പുള്ളിക്ക് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാകും. പുള്ളിയുടെ ക്യാരക്ടറിൽ ഒരു ചെറിയ ചേഞ്ച്, അങ്ങനത്തെ ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷേ പിന്നെ കലാഭവൻ ഷാജോൻ്റെ 1-2 കോമഡികൾ വർക്കായി. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, കോമഡി ജോണ്ട് വരുമ്പോൾ അതിലെ മോസ്റ്റ് ഓഫ് ദ കോമഡി പാളിപ്പോയി എങ്ങനെ ഇരിക്കും, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ചുമ്മാ കഥ ഇങ്ങനെ കഥ പോകാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിക്കുന്ന പോലെ ഒരു ലോജിക്ക് നോക്കുമല്ലോ, ഇങ്ങനെ പെട്ടെന്ന് ലോജിക്കല്ല നോക്കുന്നത്. പക്ഷേ ഒരു സുഖമില്ലാത്ത എഴുത്തായിരുന്നു. പ്രത്യേകിച്ച് മാത്യുവിൻ്റെ ഒരു ഫ്രണ്ടിനെ ആദ്യം കാണിക്കുന്നുണ്ട്. പുള്ളി അവസാനത്തോടൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യം പോലും ഇല്ല. ഒരു പ്രയോജനമില്ലാത്ത ക്യാരക്ടറായിരുന്നു അത്. അതൊക്കെ എഴുത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പാട്ടുകൾ, എനിക്ക് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിലൊരു കളർഫുൾ വൈബാണ്. ഇപ്പോൾ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്, 50-50 ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇതെന്ത് വട്ടുപടമെന്ന് ചോദിക്കാം. യൂത്ത് ഓഡിയൻസിനും കോമഡി വർക്കാവാത്തതുകൊണ്ട് പകുതി കോമഡി വർക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആവറേജ് ഫീൽ അതായിരിക്കും. എനിക്കൊരു ഈ കഥ വൈസ് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആവറേജ്, ഈ കോമഡിയും പരിപാടിയൊക്കെ വെച്ച് നോക്കും. പക്ഷേ ഒരു കളർഫുൾ പടം തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫിനേക്കാളും ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഒരു എബോ ആവറേജ് സിനിമ കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.